8ാം ക്ലാസ്സിലെ ഒരു ക്ലാസ് മുറിയാണ്. ടീച്ചർമാരൊക്കെ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. എല്ലാവരും ടീച്ചർമാരാവണം അല്ലെങ്കിൽ ഡോക്ടർമാരാവണം എന്നൊക്കെ പറയുന്നതിനിടയിൽ ഒരു കുട്ടി മാത്രം എണീറ്റിരുന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ കുട്ടീനെ നോക്കി. ടീച്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചത് ഇല്ലായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ കുട്ടിനോട് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നിർത്തി. അതേ കുട്ടി തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പഠിത്തം നിർത്തി. ഇന്ന് ഞാൻ വരുന്നത് ആ കുട്ടി അന്ന് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം തുടങ്ങിയ ഒരു ചെറിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ കല്യാണമാണ് മുഖ്യം എന്ന് വെച്ചിട്ട് ജീവിക്കുന്ന ചില കുട്ടികൾ, അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കാരണം, ഫിനാൻഷ്യൽ പ്രഷർ കാരണമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള വെറുതെ ഉള്ളൊരു മോഹന വാഗ്ദാനത്തിൻ്റെ പേരിൽ ജീവിതം തുടങ്ങാൻ ഉദ്ദേശിച്ച കുറച്ച് കുട്ടികളെങ്കിലും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. +1 പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ സമയത്ത് ഹസ്ബൻഡ് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ അവരൊക്കെ പേരൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് എനിക്ക് പഠിക്കണം എന്നായിരുന്നു. ഒരുപക്ഷെ അവരുടെ ഒരു ഇതുകൊണ്ട് തന്നെ അവർ അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആൾക്കൂട്ടത്തിനിടയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കും എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇന്നും അന്നും ഭയങ്കരമായിട്ടുള്ളൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവർക്കും. കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തോ ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ നല്ലൊരു ബന്ധം ആണെങ്കിൽ മുന്നും പിന്നും ആലോചിക്കാതെ അതിലേക്ക് എടുത്തു ചാടുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറികൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ചുറ്റും നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ മാനിപ്പുലേഷനിൽ വീണ് പോയതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ എല്ലാവരെക്കാളും കൂടുതൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുള്ളത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ നമ്മൾ ഇത്രയും കാലം ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമോഷണലി, മെൻ്റലി, നിങ്ങളെ ഫിസിക്കലി ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. നമ്മൾ പുതിയൊരു ഫാമിലി സാഹചര്യത്തിൽ, ആളുകൾക്കിടയിൽ, കല്യാണം കഴിഞ്ഞ ജീവിതത്തിൽ ഒന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പലപ്പോഴും ചില കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പഠിപ്പ് നിർത്തുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമാവണമെന്നില്ല. വീട്ടിലുള്ള ജോലികൾക്കിടയിൽ, പല പ്രാരാബ്ദങ്ങൾക്കിടയിൽ ചിലപ്പം ബാക്കിയുള്ള ആളുകളൊന്നും വേറെ കാര്യങ്ങളും ചെയ്യാത്ത സ്ത്രീകളാണെങ്കിൽ നിങ്ങളതിൽ പോവാന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ പോവാന്ന് പറയുന്നത് അവർക്ക് അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ വാഗ്ദാനങ്ങളൊക്കെ അവർ മറന്നു പോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളുടെ ഇൻലോസ്, അതുപോലെ നമ്മൾ നാത്തൂന്മാർ, നമ്മളുടെ ഉപ്പ, അവിടെ അമ്മായി അമ്മ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ സ്വന്തം ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അതിന് ഒരു സെക്കൻഡ് പ്രയോറിറ്റി, നിങ്ങളുടെ പഠനത്തിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമായിട്ട് പോലും അതിനൊരു പ്രയോറിറ്റി കിട്ടാതാകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് മടുത്തു പോകും. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മളുടെ ആഫ്റ്റർ മാരേജ് ലൈഫ് നമുക്ക് ഹോർമോണലായിട്ട് പല ഇഷ്യൂസും മാറ്റങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വരാവുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഓരോ സ്ത്രീകൾക്കും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ടെൻഷനുകളിലൂടെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ പോകുമ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പല പോസ്റ്റുകളും കാണുമ്പോൾ, വീഡിയോകൾ കാണുമ്പോൾ എന്നാൽ എനിക്കൊരു കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പഠിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇതൊരു ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് വേണ്ട സ്കില്ലുകൾ, നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരൊറ്റ സ്കില്ലെങ്കിലും നമ്മൾ പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ഒരു ഊട്ടി ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും നമ്മുടെ മാരേജ് ലൈഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം തന്നെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിഗ്രി
എടുത്തത്, PG എടുത്തത്. അതിനൊക്കെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. കാണുന്ന ആളുകൾക്ക് നമ്മൾ ബാഗും തൂക്കി പോകുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മളുടെ പഠനം, അങ്ങനെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മളെ ബാധിക്കും. പല പല കാര്യങ്ങളായിരിക്കും ആ ഒരു പ്രായത്തിൽ, പഠിക്കേണ്ട പ്രായത്തിൽ നമ്മളുടെ മനസ്സിലൂടെ ഓടുക. ആ സമയത്ത് നമ്മൾക്ക് ശരിക്കും ഡിസിഷൻ എടുക്കാനോ നമുക്ക് എന്താ വേണ്ടതെന്ന് പലപ്പോഴും തീരുമാനിക്കുവാനോ പറ്റണമെന്നില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ടാവണമെന്നില്ല പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരുക. എനിക്കൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു മാനിപ്പുലേഷനിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അതിൽ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കല്യാണം കഴിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ല. അത് നല്ല ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് മുന്നിൽ വരാം. നമുക്ക് നിർത്തിപ്പോകാൻ തോന്നുന്ന രീതിയിൽ പല ബുദ്ധിമുട്ടുകളും വരാം. പക്ഷെ അതിനെ നിർത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ഇതേ സ്ഥലത്തോട്ട് വന്ന് വീണ്ടും പഠനം തുടർന്ന് വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലുണ്ടെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചതിക്ക് നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ പഠനം നിങ്ങൾക്കായിട്ടുള്ള സ്കില്ല് ഉണ്ടായതിനു ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു ഉറച്ച ബോധത്തിൽ അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.